പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളോട് ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. കുടുംബം ഓരോ മനുഷ്യന്റെയും ആദ്യത്തെ സുരക്ഷിത ഇടമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് നിലനിൽക്കേണ്ടത്. പക്ഷേ ഒരു ഭാര്യയിരിക്കെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിയുമ്പോൾ അത് ഒരു ഭാര്യയ്ക്കും സഹിക്കാനാകാത്തതും അത് ഒരു തെറ്റായ വഴിയിലൂടെയുള്ള യാത്രയുമാണ്. അത് കുടുംബത്തിലെ സമാധാനം തകർക്കും. അമ്മയും അച്ഛനും തമ്മിലുള്ള കലഹം വളർന്നപ്പോൾ പലപ്പോഴും പിരിയലിലാണ് അവസാനിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് അവരുടെ നിരപരാധികളായ മക്കളായിരിക്കും. ഒരു കുഞ്ഞിന് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവും കരുതലും ഒരുപോലെ അത്യാവശ്യമാണ്. വേർപിരിയലിൻ്റെ വേദനയിൽ കുഞ്ഞ് ഒറ്റപ്പെടുന്നു. അമ്മയുടെ കരുതൽ ലഭിച്ചാലും അച്ഛൻ്റെ സ്നേഹം നഷ്ടമാകും. അച്ഛൻ്റെ കൈത്താങ് ലഭിച്ചാലും അമ്മയുടെ മമത നഷ്ടമാകും. ഈ കുറവുകൾ കുട്ടിയുടെ മനസ്സിലും ജീവിതത്തിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കും. അങ്ങനെയിരിക്കെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവിഹിത ബന്ധം ഒരു വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നമല്ല. അത് ഒരു കുടുംബത്തെയും ഒരു കുഞ്ഞിൻ്റെ ഭാവിയെയും ഒടുവിൽ നമ്മുടെ സമൂഹത്തെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ബന്ധങ്ങളിൽ വിശ്വാസവും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുക. നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് നിരപരാധികളായ കുട്ടികളുടെ കണ്ണീരിന് കാരണമാകാതിരിക്കുക. കുട്ടികൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സംയുക്തമായ സ്നേഹവും കരുതലും തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ജിസ്ബിയും അമലും ഇവർ വേർപിരിഞ്ഞത് എന്തിനു വേണ്ടി എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ കാരണം മനസ്സിലായില്ലെങ്കിലും ഇച്ഛായൻ എന്ന അമൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയത് അറിഞ്ഞതോടുകൂടിയാണ് കുഞ്ഞാറ്റ ഈ ബന്ധത്തിൽ നിന്നും മാറിപ്പോയതെന്നും പലരും വീഡിയോകളിലൂടെ പറയുന്നു. വ്യക്തമായി കാരണം ഇരുവരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ജിസ്ബിയുമായി വേർപിരിഞ്ഞ അമൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ദിവസവും വീഡിയോ വിടുന്ന അമലിനോട് കുഞ്ഞാറ്റയുടെ കൂടെ എന്തുകൊണ്ടാണ് വീഡിയോയിൽ വരാൻ മടിച്ചത് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ആ ഇടയിൽ നിരന്തരം ജിസ്ബിയുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിൻ്റെ കാരണങ്ങൾ പലരും ചോദിക്കുമ്പോൾ ഒരു ഉദാഹരണ കഥയിലൂടെ അമൽ മറുപടി നൽകിയത് ഇങ്ങനെയാണ്. കാരണം നമുക്ക് ചില നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാനതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളോട് ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡിക്ഷനും ഇല്ല, ഒരു കോപ്പില്ല. അതൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ ഞങ്ങളുടെ ലൈഫ് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ വന്നേക്കുന്ന കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു 24 മണിക്കൂറിന് ചിലപ്പോൾ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 1-2 മിനിറ്റുകൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നു റീലല്ല റിയൽ എന്നുള്ളത്. അത് നിങ്ങൾക്കൊരു എൻ്റേതായ രീതിയിൽ ഞാനൊരു ചെറിയൊരു തോട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റേതായ രീതിയിലൊരു മറുപടിയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഒരാളുടെ പറമ്പിൽ ഒരു മരം നട്ടു. അതായത് എനിക്കന്ന് എന്താ പറയണേ, ആ ആളോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാളുടെ പറമ്പിൽ ഒരു മരം നട്ടു. അതൊരു കായും പൂവും ബലവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മരമായിരുന്നു കേട്ടോ. അപ്പോൾ ആ മരം ഞാൻ അവരുടെ പറമ്പിൽ കൊണ്ടുപോയി നട്ടു. കുറേ നാൾ ഞാനത് പരിപാലിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മരം വളർന്നു, കായ്ച്ചു, പൂവിട്ടു, കായ്ച്ചു. അത് മറ്റേ എന്താ പറയുക, കായും പഴങ്ങളും കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങി കഴിഞ്ഞപ്പം അത്രയും അതായത് ആ പറമ്പിൽ കൊണ്ടുപോയി എൻ്റെ ഇതിൽ ഞാൻ മരം നട്ടിട്ട് ആ മരം കായ്ച്ച് ഇതായി വന്നിട്ട് ആ മരം കായ്ച്ച് ബലം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഒരു നാൾ ആ ആൾ ഞാനും തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ആൾ പറയാണ്, ഇനി ഇതെൻ്റെയാണ്, ഞാനാണ് ഇത് ചെയ്തതെല്ലാം, ഇതിൻ്റെ ബലങ്ങളും കാര്യങ്ങളും എൻ്റെയാണെന്ന് പറഞ്ഞാൽ സീരിയസ്ലി എന്താ പറയുക, അയാളുടെ പറമ്പായതുകൊണ്ട് തന്നെ അത് അയാളുടെ തന്നെ